ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് നമ്മൾ ക്രിപ്റ്റോ കറൻസി അനാലിസിസും അതുപോലെ തന്നെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ആക്ഷൻ അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. ആൻഡ് നമ്മളത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബിറ്റ് കോയിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസും കാര്യങ്ങളൊക്കെയാണ്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ഏത് രീതിയിലൊക്കെ ആയിരിക്കും ബിറ്റ് കോയിനിൽ നമുക്കൊരു പ്രൈസ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. എൻ്റെ മാത്രം അനാലിസിസ് ആണ്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ആൻഡ് എൻ്റെ അനാലിസിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അനാലിസിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. അപ്പോൾ അധികം സമയം കളയണ്ട, നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ പതിവ് പോലെ തന്നെ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഈസ് $1.05 ട്രില്യൺ, ഒരു 3.36% ഡിക്രീസ് ആണ് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 31.07% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഒരു $37.89 ബില്യൺ ആണ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം എന്ന് പറയുന്നത്. ബിറ്റ് കോയിൻ ഡൊമിനൻസ് നോക്കുകയാണെങ്കിൽ 48.33% അത് കുറഞ്ഞിട്ടുണ്ട്. ഒരു 0.58% ഡിക്രീസ് ആണ് ബിറ്റ് കോയിൻ ഡൊമിനൻസിൽ ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 35 ആണ് വരുന്നത്. 35 എന്ന് പറയുന്നത് ഒരു ഫിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ള കാര്യം കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൈസ് ഡംപ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിറ്റ് കോയിൻ ആയാലും മറ്റുള്ള ഓൾട്ട് കോയിൻസ് ആയാലും ചെറിയ രീതിയിൽ ഡംപ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഒരു 4.43% ഡിക്രീസ് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. എത്തേറിയം ഒരു 3.18% ഡിക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾട്ട് കോയിൻസിനും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഡൗൺ മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം സ്വാഭാവികമായിട്ടും ബിറ്റ് കോയിൻ ഡംപ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓൾട്ട് കോയിൻസും അതിനോടൊപ്പം തന്നെ ഡംപ് ആവുന്നതായിരിക്കും. സോ മാർക്കറ്റ് മൊത്തത്തിൽ ഒരു റെഡ് ആയിട്ടാണ് നിൽക്കുന്നത്. മാർക്കറ്റ് മൊത്തത്തിൽ ഒന്ന് ഡംപ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഈ ഒരു സെപ്റ്റംബർ മാസവും കണ്ടിന്യൂ ചെയ്യുമോ, അല്ലെങ്കിൽ ഏതൊക്കെ പ്രൈസ് വരെ നമുക്കൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഇവിടെ ഒരു ലെവൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 24,332 മുതൽ 25,188 വരെയുള്ള ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ്. കാരണം മുൻപ് ഒരുപാട് തവണ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലെവലായിരുന്നു. ആൻഡ് അത് ബ്രേക്ക് ചെയ്തു. വളരെ ശക്തമായിട്ട് തന്നെ ഒരു വീക്ക്ലി ക്യാൻഡിലോട് കൂടിയിട്ട് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടേക്ക് വീണ്ടും പ്രൈസ് റീടെസ്റ്റ് നടത്തുന്നുണ്ട്. രണ്ടാമത്തെ തവണ ഇപ്പോൾ അവിടേക്ക് പ്രൈസ് റീടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയന്ന പോലെ തന്നെ പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡൗൺ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈസ് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആൻഡ് ആ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഒരു 20,000 ബിറ്റ് കോയിൻ ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകൾ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ആൻഡ് അത് മാത്രമല്ല, ബെയറിഷ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ബെയറിഷ് ഡൈവർജൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു RSI ബെയറിഷ് ഡൈവർജൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ RSI ഒരു ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു RSI ഡൈവർജൻസ് ആണ്, RSI ബെയറിഷ് ഡൈവർജൻസ് ആണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയ കൂടി ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡൗൺ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള റിജക്ഷൻസ് പ്രൈസിന് കിട്ടുന്നുണ്ട്. മുകളിൽ നിന്ന് ഇവിടം വരെ പ്രൈസ് ഒരു 28,000 വരെ പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ ശക്തമായിട്ടുള്ള ഒരു ലോങ് വിക്കോട് കൂടിയിട്ട് പ്രൈസ് വീണ്ടും താഴേക്ക് വരികയാണ്. ആൻഡ് ഈ ഒരു 2 ദിവസം കൂടിയുണ്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട്. നമുക്ക് നോക്കാം ഈ 2 ദിവസം കൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള മൂവ്മെൻറ്റുകളാണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം. എന്തായാലും ഈ ഒരു ആഴ്ചയിലെ ക്യാൻഡിൽ ഏത് രീതിയിലാണ് ഫോം ആവുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും അടുത്ത ട്രേഡ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്, ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ളൊരു ബ്രോഡനിങ് വെച്ച് ചാർട്ട് പാറ്റേൺ കിട്ടുന്നുണ്ട്. ഞാൻ ഈ ലൈനൊന്ന് ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രോഡനിങ് വെച്ച് ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കൃത്യമായിട്ട് ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈനിൽ പ്രൈസ് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ പ്രൈസ് സപ്പോർട്ടും എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് തന്നെ ഒരു സപ്പോർട്ട് എടുക്കുന്ന രീതിയിൽ പ്രൈസ് ഇറങ്ങി വരാനാണ്. ഏകദേശം ഒരു 21,000 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട്. ഈ ഒരു 24,000 മുതൽ 25,000 വരെയുള്ള ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. കാരണം മുൻപ് ഒരുപാട് തവണ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനുശേഷം അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആ ഏരിയ ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്.
ആൻഡ് അത് മുകളിലേക്ക് പോയതിന് ശേഷം പ്രൈസ് അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പ്രൈസ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് തന്നെയാണ് പ്രൈസ് വരുന്നത്. ആൻഡ് ഏകദേശം ആ ഒരു ഏരിയയിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഇവിടെ നിന്നുള്ളൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സെല്ലിംഗ് പ്രഷർ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ കൂടി ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് അങ്ങനെ ഒരു ബ്രേക്ക് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് തന്നെ പ്രൈസ് വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കുന്ന രീതിയിൽ ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു 21,000 ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിലാണ് നമുക്ക് ഈ രീതിയിലൊരു കൺസോൾട്ടേഷൻ ഏരിയ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ പ്രൈസ് ഇവിടെ നിന്ന് സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നത് നമുക്ക് വേണമെങ്കിൽ കൺസോൾട്ടേഷൻ എന്നോ അല്ലെങ്കിൽ സൈഡ് വേസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിന് മുമ്പ് ഈ ഒരു രീതിയിൽ സൈഡ് വേസ് ആയിട്ട് പോകാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രൈസ് ഇവിടെ കൃത്യമായിട്ട് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് പിന്നീട് ഒരു പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഹയർ ലോയും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രൈസ് ഒരു സൈഡ് വേസ് ആയിട്ടാണ് പോകുന്നത്. സോ ഈ ഒരു ലെവലിന് പുറത്തേക്ക് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ, മുകളിലേക്കാണ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള കാര്യമാണ് പ്രതീക്ഷിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡ്, പിന്നീട് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മാർക്കറ്റ്, ദെൻ ഒരു ട്രെൻഡ് റിവേഴ്സൽ, ആ ഒരു രീതിയിലേക്കും, അതായത് ഒരു ഡൗൺ ട്രെൻഡിലേക്കും പ്രൈസ് പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഫോം ആവാതെ നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കഷ്ടപ്പെട്ട് എൻട്രി എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, നമുക്ക് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ CPR ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, മന്ത്ലി CPR ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ആൻഡ് മന്ത്ലി സെപ്റ്റംബറിലെ CPR ലെവൽ എന്ന് പറയുന്നത് 26,000 മുതൽ 26,500 മുതൽ 27,000 വരെയാണ് ഈ ഒരു CPR ലെവൽ വരുന്നത്. ഓക്കെ, ആൻഡ് കഴിഞ്ഞ മന്ത്ലി CPR ലെവലിന് താഴെയാണ് ഈ ഒരു മന്ത്ലി CPR ലെവൽ വന്നിട്ടുള്ളത്. സോ നമുക്കൊരു ഡൗൺ ട്രെൻഡ് തന്നെയാണ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക. പ്രൈസ് ഈ ഒരു ലെവലിലേക്ക് 26,000 മുതൽ 27,000 വരെയുള്ള ആ ഒരു ലെവലിലേക്ക് പ്രൈസ് പോയാലും അവിടെ നിന്ന് ഒരു റീടെസ്റ്റ് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു റിജക്ഷൻ അവിടെ നിന്ന് കിട്ടിക്കൊണ്ട് പ്രൈസ് വീണ്ടും താഴേക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആൻഡ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടാർഗറ്റ് എടുക്കാം. ഒന്നാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മന്ത്ലി S1 ആയിട്ടുള്ള CPR S1 ആയിട്ടുള്ള 24,000 നമുക്കൊരു ടാർഗറ്റായിട്ട് എടുക്കാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാർഗറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 22,000 എന്ന് പറയുന്ന ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമായിരിക്കും നമ്മുടെ CPR ടാർഗറ്റ്സ് എന്ന് പറയുന്നത്, CPR ലെവൽസ് എന്ന് പറയുന്നത്, S1 ആൻഡ് S2 ലെവൽസ് എന്ന് പറയുന്നത്. ഇനി പ്രൈസ് ഇവിടെ ഈ ഒരു ലെവലിന് പ്രൈസിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 27,000 മുതൽ 26,000 മുതൽ 27,000 വരെയുള്ള ഈ ഒരു ലെവലിന് പ്രൈസിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡിലേക്ക് നീങ്ങുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ 2 സാധ്യതകളാണ് നമ്മൾ കൃത്യമായിട്ട് ബ്ലൈൻഡായിട്ട് മുകളിലേക്ക് പോകും, ബ്ലൈൻഡായിട്ട് താഴേക്ക് പോകുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഏതൊക്കെ രീതിയിൽ പെർഫോം ചെയ്താൽ ഏതൊക്കെ രീതിയിൽ പിന്നീട് ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അതിനുശേഷം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ആൻഡ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ അനാലിസിസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്തൊരു വീഡിയോയിൽ കാണാം.